ജഗ, ഈ പാർട്ട്ണർഷിപ്പ് ബിസിനസ് ഒന്നും നമുക്ക് വേണ്ട. ഒരർത്ഥത്തിൽ ജഗൻ ഭാഗ്യവാനാ. ജഗനെ മനസ്സിലാക്കുന്ന ഒരു ഭാര്യ കൂട്ടിനില്ലേ? ജഗ, അയാൾ ഒന്നന്തര ക്രിമിനലാണ്. വർഷയെ കാണാതായതിന്റെ പിന്നിലും ഇയാൾ തന്നെയാണ്. വന്ദന നല്ല പെണ്ണ. വന്ദനയ്ക്ക് സോൾവ് ചെയ്യാൻ പറ്റാത്ത എന്ത് പ്രശ്നമാണ് ജഗനെ അലട്ടുന്നത്? മനസ്സാ വാച അറിയാത്ത കുറ്റത്തിന് ആരോ വന്ദന എന്റെ അച്ഛന്റെ മുമ്പിൽ കുടുക്കിയിരിക്കുകയാണ്. ഇന്ന് ധീമോൾക്ക് എക്സലന്റ് അവാർഡ് കൊടുക്കുന്ന ദിവസമായിരുന്നു. എന്ത് തിരക്കുണ്ടെങ്കിലും എത്താന്ന് പറഞ്ഞിട്ട് ജഗൻ അത് മറന്നു അല്ലേ? സോറി വന്ദനെ. ധീമക്ക് അത് വലിയ സങ്കടായി. ജഗൻ വരും ഒന്നിച്ചു പോവാന്ന് കരുതിയതുകൊണ്ട് എനിക്ക് സമയത്തിന് അവിടെ എത്താൻ പറ്റിയില്ല. ഞാൻ എത്ര പ്രാവശ്യം വിളിച്ചു എന്നറിയോ? ഒന്നുമില്ലെങ്കിലും ജഗന് ഫോൺ എടുത്തിട്ട് വരാൻ പറ്റില്ലെന്നെങ്കിലും ഒന്ന് പറഞ്ഞുവിടായിരുന്നോ? പ്രീ പ്രൈമറി മുതൽ +2 വരെയുള്ള ആ സ്കൂളിൽ നിന്ന് എക്സലന്റ് അവാർഡിന് ആകെ തെരഞ്ഞെടുത്തിരിക്കുന്നത് 3 പേരെയാ. അതിലൊന്നാ നമ്മുടെ ധീമോള്. വന്ദനെ, ബിസിനസിന്റെ കുറച്ചധികം തിരക്കുകളായിപ്പോയി. അതാ ഞാൻ. ജഗ, ധീമോൾക്ക് ഒരുപാട് സങ്കടായി. പാവം, ഇത്രയും നേരം അവിടെ എങ്ങലടിച്ച് കരയായിരുന്നു. വന്ദനെ, ഞാൻ അവളോട് സോറി പറയാം. വേണ്ട, അവള് സ്വന്തം മോളായിരുന്നെങ്കിൽ ജഗൻ എന്തു മാറ്റിവെച്ച് വന്നനെ. എന്താ ശരിയല്ലേ? വന്ദനെ, നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ? നീ മോൾ എനിക്ക് എന്റെ മോളല്ലേ? നീ എന്തു പറഞ്ഞാലും ഞാൻ സഹിക്കും. പക്ഷെ ദീമോൾ എന്റെ മോളല്ലെന്ന് മാത്രം പറയരുത്. അതെനിക്ക് സഹിക്കാൻ പറ്റില്ല. സോറി, ഞാനെന്റെ സങ്കടം കൊണ്ട് പറഞ്ഞു പോയതാ. അല്ല, അതൊക്കെ പോട്ടെ. ജഗന്റെ പുതിയ ജോലിയെക്കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ. ഞാൻ അതിനെക്കുറിച്ച് പല പ്രാവശ്യം വന്ദനോട് ചർച്ച ചെയ്തതാണല്ലോ. പാർട്ട്ണർഷിപ്പ് ബിസിനസ് അല്ലേ, അതിൻ്റെതായ ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ വിക്രം ബിസിനസ്സിൽ നല്ല എക്സ്പീരിയൻസ് ഉള്ള ആളായതുകൊണ്ട് ഒരു ഭാഗം ടെൻഷൻ ഇല്ലാതെ പോകും.